ദൈവനാമത്തെ ഇന്ന് എത്ര പേർ സന്തോഷമായിരിക്കുന്നു? നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇയ്യോബ് 42-ന്റെ 12 വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബ് 42-ന്റെ 12 ഇങ്ങനെ: യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. എൻ്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്തുതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. എല്ലാവർക്കും ഈ സംഭവം അറിയാവുന്നതാണ്. അതിന് മുന്നവേ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായ കർത്താവിൻ്റെ വചനം 42-ന്റെ 7 ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്: നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുവിൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അതെ, നമ്മൾ അമ്മ സ്തോത്രം ഹല്ലേലൂയ കാണുന്നു. എലീഫസും അതുപോലെ തന്നെ എലീഫസിന്റെ കൂടെയുള്ള 2 സ്നേഹിതന്മാരും ബിൽദാദും സോഫാറും ഇയ്യോബിന് വിരോധമായി സംസാരിക്കുന്നു. ആദ്യം അവര് പോയി ഇയ്യോബിനെ കംഫോർട്ട് ചെയ്യാൻ, സമാധാനം ഉണ്ടാക്കുവാൻ പോകുന്നതാ, സമാധാന വാക്ക് പറയുവാൻ പോകുന്നതാ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ആണ് ഇതെല്ലാം ഇയ്യോബ് അനുഭവിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തിരുത്തുവാൻ നോക്കി, കുറ്റപ്പെടുത്തുവാൻ നോക്കി, കളിയാക്കുവാൻ ശ്രമിച്ചു. സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ തിക്തഫലമായിട്ട് ദൈവത്തിൻ്റെ ഉഗ്ര കോപത്തിന് ഇടയായിത്തീരുന്നു സുഹൃത്തുക്കൾ. സ്തോത്രം. അതിൽ നിന്നും ആ ദൈവകോപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ദൈവം പറഞ്ഞൊരു സൊല്യൂഷനാണ് എലീഫസിനോട്: നീ നിന്റെ 2 സ്നേഹിതന്മാരും വന്ന ഇയ്യോബിന് മുമ്പിൽ വെച്ച് യാഗം കഴിക്കണം. ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, ഇയ്യോബും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവവൈതലെ, ദൈവദാസനെ, ദൈവദാസിയെ, അങ്ങ് സ്തോത്രം സമാധാനം ഉണ്ടാക്കുന്നവരുടെ പക്ഷത്തോ കളിയാക്കുന്നവരുടെ പക്ഷത്തോ നമുക്കാരെയും വിധിക്കുവാൻ അധികാരമില്ല. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെയും വിധിക്കരുതെന്ന്. അതെ, നമുക്ക് നമ്മുടെ ക്യാരക്ടറാണ്, നമ്മുടെ സ്വഭാവമാണ് ഒരു കാര്യം അറിഞ്ഞ് അത് ശരിയോ തെറ്റോ എന്ന് നോക്കുന്നതിന് മുമ്പേ വിധിക്കുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്നത്. ദയവായി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം പലപ്പോഴും നിങ്ങൾ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷിക്തനെതിരെ കുറ്റം പറയരുത്, ദൈവദാസന്മാർക്കെതിരെ കുറ്റം പറയരുത്. കണ്ടില്ലേ, ഇയ്യോബിനെ സ്തോത്രം ജഡ്ജ് ചെയ്തപ്പോൾ, ഇയ്യോബിനെ കുറ്റം വിധിച്ചപ്പോൾ, ഇയ്യോബിനെ കളിയാക്കിയപ്പോൾ ഉണ്ടായ തിക്തഫലം തൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായത്. അതുകൊണ്ട് അഭിഷേകത്തിനെതിരെ വിരൽ ചൂണ്ടരുത്. സ്തോത്രം. ദൈവത്താൽ അനോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പോലും ഞരങ്ങിയരുതെന്ന കർത്താവിന്റെ വചനത്തിലുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. വിധിക്കുന്നത് ദൈവമാണ്, നീതിമാനായിട്ട് പറയുന്നതും ദൈവമാണ്, ഒരു വ്യക്തിയെ വിധിക്കുന്നത് ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, കാര്യം അറിയാതെ ഒരു കാര്യത്തിലും ഇടപെടാതെ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവകോപത്തിന് ഇടയായി തീരുമെന്നത്രേ ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്തോത്രം എത്ര പേര് ഒരു തീരുമാനമെടുക്കുന്ന: കർത്താവ്, ഇന്ന് മുതൽ തിരിഹിതമല്ലാത്ത ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടത്തില്ല, അങ്ങേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടത്തില്ല.
ഞങ്ങൾ കുറ്റം വിധിക്കത്തില്ല, ഞങ്ങൾ കളിയാക്കത്തില്ല, തിരിഹിതമല്ലാത്ത ഒരു പ്രവൃത്തിയിലും ഞങ്ങൾ ഏർപ്പെടത്തില്ല. ആമേൻ, സ്തോത്രം. അവൻ സമാധാനം പ്രിയനാണ്. അവൻ സമാധാനം കെടുത്തുന്നതല്ല. വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നവരെ ചെന്ന് കണ്ട് അവരെ കുറ്റപ്പെടുത്താതെ അവരെ ഒന്ന് എൻകറേജ് ചെയ്താട്ടെ, അവരോട് 2 സമാധാന വാക്ക് പറഞ്ഞാട്ടെ. യേശുപ്പച്ചൻ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക എന്താ? യോഹന്നാൻ 14:27 എന്താണ് കർത്താവിന്റെ വചനം പറയുന്നത്? സമാധാനം എടുത്തു കളയുമെന്നാണോ? അല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യോഹന്നാൻ 14:27 പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. അതെ, അവൻ സമാധാന പ്രഭുവാകുന്നു, അവൻ സമാധാന പ്രിയനാകുന്നു. അവന്റെ പ്രിയ മക്കളാണ് നമ്മൾ അനവധി പേരെ സമാധാനം കൊടുക്കേണ്ടവരാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് പകലൊരു തീരുമാനമെടുത്താട്ടെ, അനവധി പേർക്ക് ഇന്നു മുതൽ ഞാനൊരു സമാധാനമായി തീരും. അനവധി പേർക്ക് ഞാനൊരു എൻകറേജറായി തീരും. ആമേൻ, സ്തോത്രം. കുഴിയിൽ കിടക്കുന്നവരെ പിടിച്ചു കയറ്റുന്നതായി തീരും എൻ്റെ വാക്കുകൾ. തകർന്നിരിക്കുന്നവർക്ക് ഞാനൊരു ആശ്വാസനായി തീരും, ഞാനൊരു സമാധാനമായി തീരും. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നന്ദിയപ്പ. ഇന്നിപ്പകലിൽ ഞങ്ങൾ ഒരുമനപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നു. ഞങ്ങൾ ആരുടെയും സമാധാനം തകർത്ത് കളയത്തില്ല. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അനവധി പേർക്ക് കർത്താവെ, സമാധാനമില്ലാത്തവർക്ക് കർത്താവെ, സമാധാനത്തെ കൈമാറ്റം ചെയ്യുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് തരണം. കർത്താവെ, ഞങ്ങൾക്ക് ആരെയും ജഡ്ജ് ചെയ്യണ്ട, ഞങ്ങൾക്ക് ആരെയും കുറ്റം വിധിക്കണ്ട, കളിയാക്കണ്ട. പിതാവേ, അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ മേൽ ഞങ്ങൾ വീണുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ, ഞങ്ങളെ ബലപ്പെടുത്തണം. അനവധി പേരെ കർത്താവ് ബലപ്പെടുത്തുവാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണം. അനവധി പേർക്ക് ആശ്വാസകരായിരിക്കാൻ ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണം. കർത്താവെ, അനവധി കർത്താവെ, ചെളിക്കുണ്ടിൽ കിടക്കുന്നവരെ, താഴ്ന്നു പോകുന്നവരെ ഒന്ന് കരം പിടിച്ചു കയറ്റുവാൻ തക്കോണം ഞങ്ങൾക്ക് ബലം നൽകണം. ഞങ്ങളുടെ നാവിൽ കൂടി തിരിഹിതമല്ലാത്തൊരു വീട് പോലും കടന്നു വരാതെ വണ്ണം ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാട്ടങ്ങ് സൂക്ഷിക്കണമേ കർത്താവെ. ഹാലലിയ, അങ്ങ് ഞങ്ങൾക്ക് തന്നിച്ചു പോയ സമാധാനം അനവധി പേർക്ക് പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി. സകലമാനവും മൊത്തം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്. ദൈവം ഏവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.